ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഉൾപ്പെടുത്തണം, പക്ഷേ എൻ്റെ മൊത്തമില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ളൂ. അപ്പം എന്നാലും നമുക്കൊന്ന് കാണാമല്ലേ. അപ്പോൾ രാവിലെ തന്നെ അങ്കണവാടിയിലെ അടുക്കളയിലെ കലാവിരുദ്ധൊക്കെയാണ് കേട്ടോ രാവിലെ നടക്കുന്നത്. നമ്മൾ അടുക്കളയിൽ പരിപാടി ഏകദേശം കഴിഞ്ഞ ശേഷം ഫുഡൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇച്ചിക്കുട്ടിനെ കൊണ്ടുപോകാനൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ നേരെ വന്നത് ഇച്ചിക്കുട്ടിനെ കണ്ണും പൊട്ടിച്ച് വണ്ടി കഴുകാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. ദിവസമായി വണ്ടി കഴുകുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് വെറും വിചാരം മാത്രമേ ഉള്ളൂ. പിന്നെ വണ്ടി എടുക്കാൻ നേരത്തണം, അയ്യോ വണ്ടി കഴുകിയില്ലെന്നുള്ളൂ. ഇനി ഞാൻ ഓർത്ത് വെച്ച് എന്തായാലും കഴുകിയിട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു. ചെളിയെന്ന് വെച്ചാൽ മൊത്തം രണ്ടു ദിവസമായിട്ട് ഭയങ്കര മഴയായതുകൊണ്ട് എവിടെ കൊണ്ടുവച്ചാലും ചെളി മൊത്തം വണ്ടിയിൽ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. സാധാരണ ഞാനങ്ങനെ കഴുകാറില്ല. കിച്ചോടെ മെഷീൻ വെച്ച് കാറെ കഴുകുന്ന സമയത്ത് കിച്ചോടെ 3 വണ്ടിയും കഴുകി. അപ്പോൾ അതുകൊണ്ട് ഓസിൽ കിട്ടി ശീലിച്ചു പോയി. പിന്നെ ഞാൻ തന്നെ അങ്ങ് കഴുകാമെന്ന് വിചാരിച്ചു. വണ്ടിയുടെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്ന് അങ്ങേയറ്റം വരെ മൊത്തം ചെളി തെറിച്ചാൽ മൊത്തം ചെളി അങ്ങ് തെറിച്ച് വെച്ചേക്കുവാണ്. ചെക്കനെ കണ്ണു വെട്ടിച്ചാണ് വണ്ടി കഴുകാൻ ഞാൻ ഇറങ്ങി വന്നത്. ഒരു സ്കൂട്ടർ കഴുകാനും പകരം 3 വണ്ടി പിച്ചിക്കൊണ്ടുണ്ടെങ്കിൽ കഴുകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെക്കനെ കൂട്ടിയില്ല കേട്ടോ. പിന്നെ അവന് ഒറ്റയ്ക്കിട്ട് നമ്മൾ നേരെ ചെക്കനെ അങ്കണവാടിയിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വൈകുന്നേരത്തെ കുറച്ച് കലാപരിപാടിയായിരിക്കും. വൈകുന്നേരം അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം പിന്നെ വൈകുന്നേരം നമുക്ക് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വൈകുന്നേരം റാഗിപ്പുട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ജോലിക്ക് പോകുന്നതിൻ്റെ വിശ്വാസമൊന്നും കാണിക്കാത്തതാണ് കേട്ടോ. അപ്പം നമ്മൾ വന്നിട്ട് ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് അരയ്ക്കാനുണ്ട്. ഇത് വന്ന വഴിക്കുന്ന അങ്ങനെ അരയ്ക്കാനും പിടിക്കാനൊക്കെ അത് ചെയ്ത് വെക്കും കേട്ടോ. ഡ്രസ്സ് മാറില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇനി കുളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓൾറെഡി അത് കഴിഞ്ഞിട്ട് അങ്ങ് ഡ്രസ്സ് മാറാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ. നമ്മുടെ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം കുളിച്ച് പിന്നെ അടിപൊളിയായിട്ട് അവിടെ ഇരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം കുളിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ അരയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. അപ്പോൾ നാളെ നമ്മൾ എന്തുണ്ടാക്കാനാണ്, നാളെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവനെ സെറ്റ് ചെയ്തിട്ട് എൻ്റെ പുറകെ ടി വി കണ്ട് കളിയൊക്കെ കഴിഞ്ഞാൽ ആളവങ്ങ് നടന്നോളും. പിന്നെ ചായയൊക്കെ റെഡിയാക്കി ഇനി ചായയൊക്കെ കുടിക്കണം. ആകെ അതിന് മഞ്ഞ വഴിക്കൊന്നും കഴിക്കാനൊന്നും അങ്ങനെ വേണ്ട കേട്ടോ. കുറച്ചൊരു മെനമണി കളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് കഴിക്കാനൊക്കെ വേണ്ട. അപ്പോൾ നൈസായിട്ട് ഇത് കഴിക്കാൻ വേണ്ടി കൊടുത്തതിന് ശേഷം പിന്നെ അവനെ മേലേക്ക് കഴിവിച്ച് പിന്നെ ചായയൊക്കെ കൊടുത്തു. പിന്നെ വൈകുന്നേരം കിച്ചറിനൊക്കെ വന്നതിന് ശേഷം വേണം പറഞ്ഞു രാത്രി നമുക്കൊന്ന് ചായ കുടിച്ചൊന്ന് പോയി കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ചെക്കനെ ഡ്രസ്സ് മാറ്റി ഞാനും റെഡി ആയി നമ്മൾ നേരെ ഇനി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇറങ്ങിയപ്പോൾ നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയത് ചായപ്രേമിയിലാണ് കേട്ടോ. അപ്പോൾ പുതിയതായിട്ടൊരു 7 ഹോസ്പിറ്റലിൻ്റെയൊക്കെ അവിടെയായിട്ട് തുടങ്ങിയ പുതിയൊരു കട. അപ്പോൾ നമുക്ക് അവിടെ കയറാമെന്ന് പറഞ്ഞു. ഭയങ്കര നല്ല അടിപൊളി വൈബാണ് കേട്ടോ അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. മീൻസ് അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. നല്ല ഫുൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇച്ചിക്കൂട്ടനാണ് ഈ പാർക്കിൽ വന്ന മാതിരിയായിരുന്നു. അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് സീറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മുടെ ടയറില്ല, അതുകൊണ്ടാണ് കേട്ടോ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ മൊത്തത്തിൽ അവിടെ ഓടിപ്പാഞ്ഞ് നടക്കുമായിരുന്നു. മാത്രമല്ല അവനെ പിടിക്കാൻ വേണ്ടി ഞാനും ഓരോ കസാരയൊക്കെ മാറി ഇരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ചായ വന്നു, ഫ്രണ്ട് പോക്കറ്റ് വന്നു. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി വന്ന ഫുഡ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇത് നമ്മുടെ ഇതൊക്കെ ഒറ്റ ലോകത്തിലുള്ള ഒരു